നന്ദിയോടെ സ്തുതിച്ചിടുന്നേ, നിന്റെ മുന്നിൽ വണങ്ങിടുന്നേ. നന്ദിയോടെ സ്തുതിച്ചിടുന്നേ, നിന്റെ മുന്നിൽ വണങ്ങിടുന്നേ. വർണ്ണിച്ചിടാ വാക്കുകളില്ല ഇല്ല, അങ്ങേ ഉയർത്തി പാടുവാൻ. വർണ്ണിച്ചിടാ വാക്കുകളില്ല ഇല്ല, അങ്ങേ ഉയർത്തി പാടുവാൻ. നന്ദിയോടെ സ്തുതിച്ചിടുന്നേ, നിന്റെ മുന്നിൽ വണങ്ങിടുന്നേ. നന്ദിയോടെ സ്തുതിച്ചിടുന്നേ, നിന്റെ മുന്നിൽ വണങ്ങിടുന്നേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് ദൈവം നൽകുന്ന വചനം സങ്കീർത്തനങ്ങൾ 48 അതിൻ്റെ 13-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവിൻ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ആമേൻ. ദൈവത്തിൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ് നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറകളും നമ്മുടെ തലമുറകളുടെ തലമുറകളും ഈ ദൈവത്തിൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അതിന് ദൈവം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ കുറച്ച് ഭാഗത്ത് പറയുകയാണ്. തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ അവരോട് ചില കാര്യങ്ങൾ അറിയിക്കാനും നിങ്ങൾ മറക്കരുത് പറയുകയാണ്. അതിന് തൊട്ടു മുകളിൽ പറയുമ്പോൾ സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവിൻ, അതിൻ്റെ ഗോപുരങ്ങളൊക്കെ എണ്ണുവിൻ, വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്ന് നോക്കുവിൻ. ഒന്നുമില്ലാത്ത ഒരു ജനം, അടിമ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു ജനം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദേശത്തിൻ്റെ വിശേഷ ജനമായി, അത്ഭുത ജനമായി എല്ലാ നിലകളിലും ഉയർന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചുറ്റി സഞ്ചരിക്കണം, അത് കാണണം, എന്നിട്ട് വരുവാനുള്ള തലമുറയോട് ഇതെല്ലാം അറിയിക്കണം. ഇസ്രായേൽ ജനം പുറത്തു വരുമ്പോൾ, യോർദാൻ കടക്കുമ്പോഴും ഒക്കെ പറയുന്നുണ്ട് കല്ലുകൾ ശേഖരിക്കുക. നാളെ ചോദിക്കും ഇതെന്താണ്, അപ്പം പറയണം ദൈവം നടത്തിയതാണ് മക്കളെ. സ്തോത്രം. ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ നിങ്ങൾ തലമുറകളെ അധികം പറഞ്ഞു പഠിപ്പിക്കണം. അവരറിയണം ഒരത്ഭുതങ്ങളുടെ ദൈവം ഉണ്ടെന്ന്. സ്തോത്രം. ചിലപ്പോൾ അവർ കേൾക്കുന്നില്ലായിരിക്കാം, ചിലപ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം, നോ പ്രോബ്ലം. പക്ഷേ അവരുടെ ജീവിതത്തിൽ മുമ്പും പിൻപും അടയുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ഉയർച്ചകൾക്ക് ഒരു സാധ്യതയില്ലാതെ വരുമ്പോൾ, നമ്മളന്ന് പറഞ്ഞ വചനം അനുഭവങ്ങൾ പൊങ്ങി വന്ന് അവരെ മുൻപോട്ട് നടത്തും. അബ്രഹാം, ഇസഹാക്ക് തലമുറകളോട് ഈ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. അബ്രഹാം ശില്പിയായ ആ നഗരത്തെ കാണുമ്പോഴും യാക്കോബ് കൂടെ ഉണ്ടായിരുന്നു. യാക്കോബിന്റെ ലൈഫ് ഒത്തിരി തകർന്ന് തരിപ്പണമായതാണ്. പക്ഷെ യാബോക്കിൽ മുട്ടുമടക്കാൻ കാരണം അപ്പനും വല്യപ്പനും ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. സ്തോത്രം. ആമേൻ. മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, തലമുറകളോട്
നമ്മുടെ രക്ഷകനെ കുറിച്ച് പറയണം, നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയണം. അത് ദേഷ്യത്തോടെ അല്ല, സ്നേഹത്തോടെ നിങ്ങളുടെ ജീവിതത്തെ അവരിലേക്ക് പകരുകയാണെങ്കിൽ നാളെ അവർ പറയും, ദൈവം തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമാണ്. അവർ പറയും, ഈ ദൈവം എന്നേക്കും ഞങ്ങളുടെ ദൈവമാണ്, അവൻ ജീവപര്യന്തം ഞങ്ങളെ വഴി നടത്തും. കുഞ്ഞുങ്ങൾ ചെറുതാണ്, അവർക്കറിവില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ അവരെ പ്രാർത്ഥനയിലേക്കും വചനത്തിലേക്കും ഒക്കെ നയിക്കാതെ അവരുടെ ഇഷ്ടത്തിന് പോകുന്ന പതിവുകൾ തുടർമാനമാണ്. എന്നാൽ ആ പതിവുകളെ ഒന്ന് തെറ്റിച്ച് മറ്റു സമൂഹത്തിൽ പലയിടത്തും അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവരറിഞ്ഞ വിശ്വാസത്തെ തലമുറയിലേക്ക് പകരാറുണ്ട്. തിരുവചനം പറയുന്നു, ബാലൻ നടക്കേണ്ട വഴി അവനെ അഭ്യസിക്കുക, വൃദ്ധനായാലും അവൻ വിട്ടുമാറുകയില്ല, അത് വിട്ടുമാറത്തില്ല. കർത്താവിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. അത് ഈ തലമുറയെ ദൈവത്തിലേക്ക് തിരിക്കുക എന്നുള്ളതാണ്. ആമേൻ. ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ? ഉറപ്പായിട്ടും. നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുമോ? ഉറപ്പായിട്ടും അനുസരിക്കും. ആമേൻ. തലമുറയോട് ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് പറയുക, അത്ഭുതങ്ങളെക്കുറിച്ച് പറയുക, നിങ്ങൾ കടന്നുപോയ കൂരിൽ താഴ്വരകളെ അവരെ അറിയിക്കുക, അവ എല്ലാറ്റിൽ നിന്നും വിടുവിച്ചത് അറിയിക്കുക, ദൈവമാണത് ചെയ്തെന്ന് പറയുക. സ്തോത്രം. നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവർ കാണട്ടെ. ആമേൻ. അവരുടെ ആവശ്യങ്ങളുടെ നടുവിൽ ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ ചെന്ന് നിങ്ങളുടെ സങ്കടങ്ങൾ പങ്കുവെക്കുന്നത് അവർ കാണട്ടെ. അവർക്ക് അനുഗമിക്കുവാനുള്ള ഏറ്റവും നല്ല മാതൃകയായി നിങ്ങൾ തീരട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളുടെ ഏറ്റവും നല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ല റോൾ മോഡൽ നിങ്ങളായി മാറട്ടെ. യെസ്. ഇത് പറയുമ്പോൾ എനിക്ക് ഒരു ബോധ്യം ലഭിക്കുന്നു. നിങ്ങളുടെ കുടുംബം ഒരു മാതൃകയുള്ള കുടുംബമാകാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ വാക്ക് പറയാൻ പറ്റും, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. യെസ്. ഇന്ന് പകൽക്കാലം ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. സ്തോത്രം. തലമുറയായി ഞങ്ങളുടെ ദൈവമാണ് കർത്താവ്. യേശുപ്പ, ഇന്ന് രാവിലെ കേൾപ്പിച്ച അങ്ങയുടെ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പിതാവേ, ഈ കുടുംബത്തിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തലമുറകളോട് അങ്ങയുടെ വിടുതലുകൾ, അങ്ങയുടെ രക്ഷ, അങ്ങയുടെ വീണ്ടെടുപ്പ് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് കർത്താവെ ദൈവഹിത പ്രകാരമുള്ള ഈ തലമുറയെ, ദൈവത്തിന് മനുഷ്യരിലും പ്രീതി ലഭിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ പരിശുദ്ധാത്മീയ ഓരോ കുടുംബത്തെ അങ്ങ് സഹായിക്കണമേ. കർത്താവെ അങ്ങ് ജീവപര്യന്തം ഞങ്ങളെ വഴി നടത്തും. തലമുറയായി അങ്ങ് ഞങ്ങളുടെ ദൈവമാകുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ, നന്മയെ തീരട്ടെ. കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കാൻ നിങ്ങളെ കണ്ടിരിക്കുന്നു. കുടുംബത്തിൻ്റെ തകർച്ചകളൊക്കെ ദൈവം പരിഹരിക്കാനും ആഗ്രഹിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളെ ഞങ്ങൾ കുടുംബമായി ബ്ലസ് ചെയ്യുന്നു. ഏറ്റവും മാതൃകയുള്ള ദേശത്ത് സാക്ഷ്യമുള്ള കുടുംബമാകാൻ നീ പ്രിയപ്പെട്ടവരെ സഹായിക്കും. ഞങ്ങൾ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ചെലവഴിക്കാം. അത്ഭുതങ്ങളുടെ പരമ്പരകൾ ദൈവം ചെയ്യട്ടെ. ഈ വചനങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. God bless you. Shalom.